എല്ലാ സഭാമക്കൾക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 50 ദിവസങ്ങളിലായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോക്കിയിരുന്ന നോമ്പ് ഇന്ന് സമാപിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവമായി താതാത്മ്യപ്പെടുവാനും അവൻ്റെ പെസഹായിൽ പങ്കാളികളാകുവാനും ഇന്ന് അവൻ്റെ ഉയർപ്പിൽ സന്തോഷിക്കുവാനും നമുക്ക് ഇടയാവുകയാണ്. ഈ ഉയർപ്പിൻ്റെ ദിവസം ഏറ്റവും വലിയ സന്ദേശം കർത്താവ് നൽകിയത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കല്ല, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനാണ് സമാധാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ട്രബിൾസ്, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. ഈ ഈസ്റ്റർ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാക്കുവാനായിട്ട് ഇടയാകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടതായിട്ടുള്ള ഒരാഗ്രഹം നമ്മുടെ തുടർ ജീവിതയാത്രയിൽ ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, വളരുവാൻ ഒക്കെയുള്ള പ്രാർത്ഥന ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈസ്റ്റർ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെതും മാത്രമല്ല, ഈസ്റ്റർ കരച്ചിലിൻ്റെതും കൂടെയാണ്. യേശു തമ്പുരാൻ്റെ കല്ലറയ്ക്കൽ നിന്ന് മറിയ കരഞ്ഞത് നമുക്ക് ധ്യാനമാകേണ്ടതാണ്. അവനെ എവിടെ വെച്ചേക്കുന്നു എന്നാണ് അവളുടെ ചോദ്യം. നമ്മളുടെ ആഘോഷങ്ങളുടെ മധ്യത്തിലും ഒരുപക്ഷെ ക്രിസ്തു നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം കൂടെയാണിത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന കരച്ചിൽ വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ആത്മീക യാത്രയിൽ. ഒരു പരിധിവരെ അത്തരം കരച്ചിലുകൾക്കുള്ള ആഹ്ലാദമാണ് ഈ ഈസ്റ്റർ. അങ്ങനെ കരഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവൾക്കൊരു സാന്നിധ്യമായി അവളുടെ മുമ്പാകെ വന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള തിരിഞ്ഞുനോട്ടങ്ങളും ഇത്തരത്തിലുള്ള കരച്ചിലുകളും തീർച്ചയായും ക്രിസ്തു സാന്നിധ്യത്തിന് മുഖാന്തരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ ഉരുട്ടി വച്ചിരുന്ന ഒരു വലിയ കല്ല് പോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിതമായ ആത്മാവ് പുറത്തു വരുവാനായി ആഗ്രഹിക്കുമ്പോഴും പാപത്തിൻ്റെ കല്ലുകൾ നമ്മുടെ മുമ്പാകെ തടസ്സമായി നിൽക്കുകയാണ്. ഈ കല്ല് ആര് നീക്കിത്തരും എന്നുള്ളൊരു വലിയ ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ടതാണ്. അനുതാപ ഹൃദയമുള്ളവർക്ക് ഈ കല്ലുകൾ, പാപത്തിൻ്റെ കല്ലുകൾ നീങ്ങിപ്പോകുമെന്നതിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് ഈ ഈസ്റ്റർ അത്തരത്തിൽ പാപത്തിൻ്റെ കല്ലുകൾ നീങ്ങി അനുതാപ ഹൃദയത്തോടെ പ്രകാശിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിലനുഭവിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയും ലോകത്തിന് സാക്ഷ്യമായി മാറുവാൻ ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾക്കും ഈസ്റ്ററിൻ്റെ എല്ലാ നല്ല ആശംസകളും നേരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.